ഹലോ, പാക്കറ്റാക്കിക്കൊണ്ടിരിക്കും. എനിക്ക് നല്ല വിശപ്പ് തോന്നിയിട്ട് അപ്പോൾ ഞാനിതാ മൈസൂർ കൊല കൊത്തി വെച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ കൊടുത്ത് തീർത്തി ബാക്കി വന്നതാണിത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അല്ലേ ഇതറിയുന്ന ഒരിക്കലൊരു ഐഡിയ തോന്നിയിട്ടുണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ പിന്നെ ഇളനാട് നെയ്യാട്ടോ വാങ്ങൽ. ഇളനാട് എനിക്ക് മിൽമേനൊക്കെ കാട്ടി നല്ല നെയ്യായിട്ട് തോന്നി. മിൽമ ഒന്ന് ശരിക്കും ഒരു വൈറ്റ് കളർ തോന്നുന്നു. ഇതിനെങ്ങനെയെന്ന് എനിക്കറിയില്ല. വാങ്ങിച്ചതിൽ എനിക്ക് ജി ആയാലും ഏത് കമ്പനി ആയാലും എനിക്ക് ഈ ഇളനാടിൻ്റെ നെയ്യാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാനിതാ പപ്പടവും പഴവും കുഴക്കാൻ പോകുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ പപ്പടവും പഴവും കുഴക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ മധുരം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാട്ടോ, പക്ഷേ എനിക്ക് ഇതിൽ മധുരം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചായയിൽ ഈ രണ്ട് കാര്യത്തിലാണ് ഞാൻ പഞ്ചസാര ചേർത്തി കഴിക്കാറ്. പഞ്ചസാര നമ്മുടെ ശരീരത്തിന് മോശമാണ്, പപ്പടം മോശമാണെന്നൊക്കെ പറയും. പക്ഷേ മൈസൂർ പഴവും നെയ്യൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതാക്കും മുന്നേ നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്, ഞാൻ പറയാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയാം. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണ്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്കും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും തരണം എന്നൊരാഗ്രഹമുണ്ട്, വെറുതെ പറയുന്നതല്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഈ ഒരു വീഡിയോ കണ്ടാൽ എല്ലാവരും വിചാരിക്കും, കുറേ പേർക്ക് ഇത് ഇഷ്ടമാണെന്നൊരു ഒരുപാട് പേരുണ്ടാവും കേട്ടോ, ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. പക്ഷേ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിച്ച് നോക്കാത്ത, ആദ്യമായിട്ട് കണ്ടിട്ട് ഇവിടുന്ന് വന്ന് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമായവരുണ്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ കൈ വെച്ച് കുഴക്കുമ്പോൾ ഇഷ്ടപ്പെടാണ്ട് ഇങ്ങനെ ഞെട്ടം പിടിച്ച് കളിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അതെങ്ങനെ വൃത്തിയിലാണെങ്കിൽ നമുക്ക് വൃത്തിയുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം, ശരീരത്തിന് മോശമില്ലാതെ അങ്ങനത്തെ നമുക്ക് കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ കൈ കൊണ്ടേ നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിച്ച്, നമ്മളെ അമ്മമാരായാലും നമുക്ക് കൈ വെച്ചിട്ടാണ്, ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടൊന്നും അവർക്കിപ്പോൾ ഭക്ഷണം ഒന്നും ആക്കിത്തരാൻ പറ്റില്ല. പുട്ടിന് വയ്ക്കുന്നതായാലും നമ്മൾ കൈ കൊണ്ടാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ എന്നോട് ഏട്ടൻ പറയുന്നൊരു മെയിൻ കാര്യമാണ് കേട്ടോ, നമുക്ക് ഒരു ഭക്ഷണം ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമല്ല അങ്ങനെ പറയരുത്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മതി എന്ന് പറയുന്നത് ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഓക്കെ ഇനിയിപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് അങ്ങനെയൊന്നും കഴിക്കരുത്, ഇങ്ങനെയെല്ലാം കഴിക്കോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം എനിക്ക് പായസത്തിൽ പഴവും പപ്പടം ഇട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ ഞാനത് കഴിക്കുന്ന കണ്ടാൽ ഞെട്ടം കളിക്കുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ കഴിക്കുന്ന അത് ഒരാളുടെ ഇഷ്ടമാണ്. ഒരാൾ വളർന്ന ആ നാട്ടിലെ ഭക്ഷണമായിരിക്കും അവർക്ക് ഇഷ്ടം. നമ്മൾ വളർന്ന ഏത് നാട്ടിലായാലും ജീവിക്കുന്ന ഏത് നാട്ടിലായാലും നമ്മൾ ആ നാടിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ജീവിക്കരുത്. നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യണ്ട. പക്ഷേ മറ്റുള്ളവരത് ചെയ്യുമ്പോൾ അതിന് അയ്യോ ഇവിടെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ഭക്ഷണം നല്ലത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ കഴിക്കുക, ഇഷ്ടമല്ലെങ്കിൽ വേണ്ടാന്ന് പറയുക, അല്ലെങ്കിൽ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മതി എന്ന് പറയുക. അങ്ങനെ ആയിരിക്കണം. എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞത് ഇങ്ങനൊരു പരിപാടിക്ക് നമ്മൾ അവിൽ മിൽക്കെല്ലാം കഴിക്കുന്നത്. എനിക്ക് അവിൽ മിൽക്ക് ഇത്ര ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് മൈസൂർ പഴം ഇങ്ങനെ ആക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഞാനിതിങ്ങനെ എടുക്കുമ്പോൾ കരുതി നിങ്ങളെ കൂടി കാണിക്കാണ്. ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഏട്ടന് ഇഷ്ടമല്ല. പക്ഷേ എന്നാൽ ശരി, ഏട്ടൻ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഞെട്ടം പിടിച്ച് കഴിക്കാമെന്നോ ചെയ്യില്ല, വാങ്ങിച്ചു തരും പഴം ഇതൊക്കെ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ നല്ല പഴം, എനിക്ക് അതുകൊണ്ട് മൈസൂർ പഴം കൂടുതലുണ്ടാകുമ്പോൾ കടയിൽ കൊടുക്കും. അല്ലാത്ത സമയം മുറിച്ചിട്ട് ഒരുപാട് അയൽവക്കത്തൊക്കെ കൊടുത്തിട്ട് എനിക്കും ആവശ്യത്തിന് എടുക്കും. ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് പഴുക്കാൻ തുടങ്ങി ഒന്നിച്ചങ്ങ് പഴുക്കും, അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ പഴത്തിന്. അപ്പോൾ ഇത്രയുടെ സംഭവം സൂപ്പറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും ഡോർമക്കും ആർമക്കും എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, ഏട്ടനൊഴികെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോസൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും എല്ലാം വെറുതെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും വെറുതെ തന്നെ നിങ്ങളെ ബോറടിപ്പിക്കുന്നതെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളായിട്ട് പങ്കുവെക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.